അർപ്പിത പാർട്ട് 11. കാറിലിരുന്ന് ഓരോന്ന് സംസാരിച്ച് മൂവരും വീട്ടിലെത്തിയത് പോലും അറിഞ്ഞില്ല. വീട്ടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കാറ് കയറ്റി മൂവരും കാറിൽ നിന്നും ഇറങ്ങി. അപ്പോഴും എന്തൊക്കെ ആലോചിച്ച് കാറിൽ തന്നെയാണ് അപ്പുവിൻ്റെ ഇരുത്ത. സിദ്ധു അപ്പുവിൻ്റെ സൈഡിലുള്ള ഡോർ ഓപ്പൺ ചെയ്ത് ഇറങ്ങാൻ പറഞ്ഞു. അവൾ മെല്ലെ അവനെ ഒന്ന് നോക്കി കാറിൽ നിന്നും പുറത്തിറങ്ങിയ അപ്പു കാണുന്നത് തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന സിദ്ധുവിൻ്റെ ബന്ധുക്കളെയും അമ്മയും അച്ഛനെയുമാണ്. അമ്മയുടെ കയ്യിൽ ഒരു നിലവിളക്കുണ്ട്. തന്നെ എതിരേറ്റ് ഈ വീടിൻ്റെ മരുമകളാക്കാൻ ആ അമ്മയുടെ മുഖത്തെ പുഞ്ചിരി മാത്രം മതിയായിരുന്നു. ആ അമ്മയുടെ സന്തോഷം കണ്ടതും അത് തല്ലിക്കെടുത്താൻ അവൾക്കും തോന്നിയില്ല. അമ്മ തന്നെ നോക്കി പുഞ്ചിരിച്ച അതേ രീതിയിൽ തന്നെ അമ്മയും നോക്കി പുഞ്ചിരിച്ച് തൻ്റെ ഉള്ളിലെ വിഷമങ്ങൾ താൻ മാത്രം അറിഞ്ഞാൽ പോരെ, മറ്റുള്ളവരെ എന്തിനാ അത് അറിയിക്കുന്നത് എന്ന ഭാവമായിരുന്നു നമ്മുടെ അപ്പുവിന്. അവൾ മുന്നേക്ക് നടന്ന് ദേവുവിൻ്റെ കയ്യിൽ നിന്നും വിളക്ക് വാങ്ങിയതും അവൾ അകത്തേക്ക് വലതുകാൽ വെച്ച് കയറി പൂജാമുറിയിൽ കൊണ്ടുവന്ന് നിലവിളക്ക് വെച്ച് കൃഷ്ണവിഗ്രഹത്തെ നോക്കി കൈകൂപ്പി തൻ്റെ ജീവിതത്തിൽ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, താൻ ഇനി എന്തെല്ലാം പ്രതിസന്ധി മറികടക്കണം, ഇതിനെല്ലാം തനിക്ക് താങ്ങും തുണയുമായി എപ്പോഴും നീ കൂടെ കാണണേ എൻ്റെ കൃഷ്ണ എന്നവൾ പ്രാർത്ഥിച്ച് ഒന്ന് കണ്ണു തുറന്ന് കൃഷ്ണനെ ഒരു വട്ടം കൂടി നോക്കി പൂജാമുറി വിട്ട് പുറത്തേക്കിറങ്ങി. അവൾ വരുന്നത് നോക്കി ദേവു പുറത്തു തന്നെ ഉണ്ടായിരുന്നു. അവളുടെ കൈയും പിടിച്ച് തൻ്റെ ബന്ധുക്കളുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന് അവളെ എല്ലാവർക്കും പരിചയപ്പെടുത്തി. കുറേ പെണ്ണുങ്ങളെല്ലാവരും കൂടി നിൽക്കുന്ന അതേ സ്ഥലത്ത് നിർത്തി അവരെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് ദേവുവിനെ സിദ്ധുവിൻ്റെ അച്ഛൻ വിളിക്കുന്നത്. ദേവുവിൻ അപ്പുവിനെ അവിടെ നിർത്തി സിദ്ധുവിൻ്റെ അച്ഛൻ വിളിച്ചെടുത്തേക്ക് പോയപ്പോഴാണ് അവിടെ നിൽക്കുന്ന സ്ത്രീകൾ എല്ലാവരും നമ്മുടെ അപ്പുവിന് ചുറ്റും കൂടി അവളുടെ അച്ഛനെയും അമ്മയും അവളുടെ വിദ്യാഭ്യാസം, പിന്നെ സിദ്ധുവുമായി എങ്ങനെയാണ് ബന്ധം, സിദ്ധുവിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണോ, പിന്നെ എന്തുകൊണ്ട് സിദ്ധു ഇന്ന് മേഘനെ കല്യാണം കഴിക്കാതെ അവളെ കല്യാണം കഴിച്ചു, അങ്ങനെ 100,000 ചോദ്യങ്ങളായിരുന്നു അപ്പുവിന് നേരെ ഓരോരുത്തരുടെയും പകയുള്ള ചോദ്യങ്ങൾ. അപ്പോഴാണ് അവരുടെ ഇടയിലേക്ക് ജലജ കയറി വരുന്നത്. ജലജ എല്ലാവരുടെയും ചോദ്യം കേട്ട് അപ്പുവിനെ ഒന്ന് നോക്കി പൂജിച്ചു. അത് ഇവൾക്ക് എങ്ങനെ അറിയാം, തന്തയും തള്ളയും ചത്തുപോയി, പിന്നെ അവളുടെ തന്നിഷ്ടത്തിന് ജീവിക്കുന്നവളൊക്കെ വലിയ വീട്ടിലെ ആമ്പിള്ളേരെ നോക്കി കണ്ണും കൈയും കാണിച്ച് അവരുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നതിന് ഏതാണ്ട് വലിയ താമസമുണ്ടോ, പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മന് പോലും തടുക്കാൻ പറ്റില്ലെന്നല്ലേ കേട്ടുകേഴ്വി. അത് ഏകദേശം ഇവളെ പോലുള്ളവരുടെ കാര്യത്തിൽ അത് കറക്റ്റാണ്. അവൾ പറഞ്ഞതും ഇതെല്ലാം കേട്ടുകൊണ്ടാണ് സിദ്ധു സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത്. സിദ്ധുവിന് വളരെ ദേഷ്യം തോന്നി. അതുകൂടാതെ അവർക്ക് എല്ലാവരുടെയും മുന്നിൽ തലയും താഴ്ത്തി നിൽക്കുന്ന അപ്പുവിനെ കൂടി കണ്ടപ്പോൾ താൻ കാരണമാണല്ലോ അവൾക്ക് ഇന്ന് ഇതുപോലെ ഒരു കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നത്. അവന് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അവൻ പെട്ടെന്ന് തന്നെ അപ്പുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജലജയ്ക്ക് നേരെ തിരിഞ്ഞ്, ഇവൾ എൻ്റെ ഭാര്യ, ഇതുവരെ എങ്ങനെ ജീവിച്ചോ എന്ത് എനിക്കറിയണ്ട, പക്ഷേ ഈ നിമിഷം മുതൽ ഇവൾ എൻ്റെ ഭാര്യ, അതുകൊണ്ട് എൻ്റെ ഭാര്യയോട് ഓരോ വാക്കും സൂക്ഷിച്ച് സംസാരിക്കണം. അവൾക്ക് വേദനിക്കുന്ന എന്തെങ്കിലും ഉണ്ടായാൽ ഈ സിദ്ധുവിൻ്റെ മറ്റൊരു മുഖം നിങ്ങൾ കാണും. ജലജയ്ക്കൊരു താക്കീത് നൽകി അപ്പുവിനെ ചേർത്ത് പിടിച്ചപ്പോഴാണ് അവളുടെ മുഖം സിദ്ധു അവളുടെ കണ്ണുകൾ നിറഞ്ഞ് അവളുടെ മുഖമാകെ ചുവന്നു നിൽക്കുന്നത്. അതുകൂടി കണ്ടപ്പോൾ സിദ്ധുവിന് തൻ്റെ നിയന്ത്രണം തെറ്റി. സിദ്ധു ജലജയ്ക്ക് നേരെ തിരിഞ്ഞ്, നിങ്ങൾ പറഞ്ഞല്ലോ തന്തയും തള്ളയും മരിച്ചുപോയി തോന്നുന്ന വഴിക്ക് നടക്കുന്നവളാണെന്ന് എൻ്റെ അപ്പു. എന്നാൽ നിങ്ങൾ കേട്ടോ, അവൾ തോന്നുന്ന വഴിയിലൊന്നും നടന്നിട്ടില്ല. അവളുടെ ആഗ്രഹപ്രകാരമാണ് അവളുടെ അച്ഛനും അമ്മയും അവളെ ദൂരെ വിട്ട് പഠിപ്പിക്കാൻ നിർത്തിയത്. അത് നല്ല വ്യക്തമായ രീതിയിൽ അവൾക്കും അറിയാവുന്നത് കൊണ്ട് തൻ്റെ അച്ഛനും അമ്മയും ഈ ഭൂമിയിൽ ഇല്ലാഞ്ഞിട്ടും അവരുടെ ആഗ്രഹപ്രകാരം ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അവൾ പഠിച്ച വിദ്യാഭ്യാസത്തിന് തന്നെ ഉതകുന്ന രീതിയിൽ നല്ലൊരു ജോബും വാങ്ങി അവളുടെ ജീവിതം മുന്നോട്ട് നോക്കുന്നു. ഒപ്പം തന്നെ അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവർക്കും അവർ കൈത്താങ്ങായിട്ടുണ്ട്. അതിൽ കൂടുതൽ ഒരു പെൺകുട്ടി ഈ ജീവിതം കൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? തൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് നൽകേണ്ട എല്ലാ സംരക്ഷണയും അവളുടെ അപ്പച്ചിക്ക് അവൾ നൽകുന്നുണ്ട്. അത്രമാത്രം ചെയ്താൽ പോരെ. പിന്നെ നിങ്ങളുടെ മോളുടെ സ്വഭാവദൂഷ്യം ഇവളുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ നിൽക്കണ്ട. അത് പറഞ്ഞതും ജലജയ്ക്ക് അപമാനം ഏറ്റതുപോലെ തോന്നി.
ദാണ്ട സിദ്ധു, നിന്റെ ഭാര്യയെ ഞാൻ പറഞ്ഞെന്നുള്ളത് സത്യം എന്നും പറഞ്ഞ് എൻ്റെ മോളെപ്പറ്റി അനാവശ്യം പറയും. അവൾ ഇവിടെ വന്നിട്ടോ പോലുമില്ല. അതുമാത്രമല്ല, നിന്നോട് ഒരു ചെറിയ ഇഷ്ടം അവൾക്കുണ്ടായെന്ന് അത് നിനക്കും അറിയാവുന്ന കാര്യം. അതുകൂടി മനസ്സിൽ വെച്ച് എൻ്റെ മകളുടെ സ്വഭാവദൂഷ്യം ഉള്ളവളായി നീ ചിത്രീകരിക്കാൻ നിൽക്കണ്ട. ഓ, അങ്ങനെ. അപ്പോൾ ജലജയാന്റിക്ക് സ്വന്തം മകളുടെ സ്വഭാവം ഇതുവരെ അറിയില്ല അല്ലേ? എങ്കിൽ ഈ സിദ്ധു തന്നെ വ്യക്തമാക്കാം, കൂട്ടത്തിൽ മറ്റുള്ളവരും അറിയട്ടെ. അതുകൂടി കേട്ടപ്പോൾ ജലജയ്ക്ക് എന്തെന്നില്ലാത്ത ഒരു പരിഭവം തോന്നി. കാരണം തൻ്റെ മോളുടെ സ്വഭാവം ഏകദേശം എല്ലാം അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ താൻ ഇതുവരെ കെട്ടിപ്പൊക്കിയ എല്ലാം ഇപ്പോൾ താഴെ വീഴും എന്ന് അവൾക്ക് തോന്നി. അവർ അവിടെ നിന്നും തിരിഞ്ഞതും, എന്തേ, നിങ്ങളുടെ മോളുടെ സ്വഭാവത്തെക്കുറിച്ച് മറ്റുള്ളവരറിയുന്നതിൽ നിങ്ങൾക്ക് നാണക്കേടുണ്ടോ? എന്നാലും ഞാൻ പറയും. കാരണം എൻ്റെ ഭാര്യയെ നിങ്ങൾ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് അപമാനിച്ച്, അപ്പോൾ നിങ്ങളുടെ മകളുടെ സ്വഭാവം കൂടി ഇവരെല്ലാവരും അറിയണ്ടേ? അറിയണം. എൻ്റെ ഭാര്യയുടെ സ്വഭാവദൂഷ്യത്തെക്കുറിച്ച് പറഞ്ഞ് ഈ സ്ത്രീയുടെ മകൾ കാർത്തിക, അവൾ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോവുകയെ എന്നൊക്കെ ഇവരെല്ലാവരോടും പറഞ്ഞിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല. അവൾ അവിടെ ഒരു ചെറുപ്പക്കാരനുമായി ലിവിങ് ടുഗദർ, സോറി, ഒരു ചെറുപ്പക്കാരനല്ല, പല ചെറുപ്പക്കാരുമായിട്ട് ലിവിങ് ടുഗദറിൽ ജീവിക്കുക. അവൾക്ക് മാക്സിമം 1.5 മാസത്തേക്ക് മാത്രമേ ഒരു ബോയ് ഫ്രണ്ട്, അവരോടൊപ്പം 1.5 മാസമേ ലിവിങ് ടുഗദർ രീതിയിൽ ജീവിക്കൂ. പിന്നെ അടുത്ത ആളെ നോക്കും, അയാളുടെ ഒപ്പം 1.5 മാസം. അങ്ങനെയാ അവളുടെ രീതി. അപ്പോൾ ഇങ്ങനെ ജീവിക്കുന്ന പെൺകുട്ടികളെ ഏത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അത്രയും പറഞ്ഞുകൊണ്ട് അപ്പൂനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ സിദ്ധു അവിടെ നിന്ന് നടന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ ദേവും അവിടെ ഉണ്ടായിരുന്നു. ദേവുവിന് തൻ്റെ മകൻ ഇങ്ങനെ വെട്ടിത്തുറന്ന് ജലജയെ അപമാനിച്ചത് ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും തൻ്റെ അപ്പൂനെ കരയിച്ചത് കൊണ്ട് അവരും അതിനെതിരായി ഒരു വാക്ക് പോലും, ഒരു രീതിയിൽ പോലും സിദ്ധുവിനെ വിമർശിക്കാനോ ഒന്നിനും തന്നെ നിന്നില്ല. എന്നിട്ട് ജലജയെ ഒന്ന് താക്കീതോടെ നോക്കിക്കൊണ്ട് ദേവും അവിടെ നിന്ന് പോയി. മറ്റുള്ളവരുടെ നോട്ടം താങ്ങാനാകാതെ ജലജ തൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് ചെന്ന് കാര്യങ്ങൾ വിവരിച്ച് അവിടെ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ പോയി. ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞു ഒരുപാട് താമസിച്ചാണ് സിദ്ധുവും കുടുംബവും തിരിച്ച് തങ്ങളുടെ വീട്ടിലെത്തിയത്. അകത്തേക്ക് കയറിയും സിദ്ധു തൻ്റെ റൂമിൽ ഫ്രഷ് ആകാനായി പോയി. അവൻ്റെ പിന്നാലെ തന്നെ അവളുടെ റൂമിലേക്ക് പോകാൻ നിന്നപ്പോഴാണ് ദേവു അവളുടെ കയ്യിൽ പിടിച്ചത്. മോള് പോയി ഫ്രഷായി പെട്ടെന്ന് താഴേക്ക് വരണം, അത്രയും പറഞ്ഞുകൊണ്ട് അപ്പുവിനെ അവളുടെ റൂമിലേക്ക് വിട്ടു. ഫ്രഷായി താഴെ ഇറങ്ങിയപ്പോഴാണ് അപ്പു കാണുന്നത്. എന്തൊക്കെ ആലോചിച്ച് ഒരു ഗ്ലാസ് പാലുമായി നിൽക്കുന്ന ദേവുവിനെ. അവൾക്ക് അപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. എങ്കിലും ഒരു ഭാവവ്യത്യാസമില്ലാതെ ആ അമ്മയുടെ സന്തോഷം തല്ലിക്കിടത്തണ്ട എന്ന് കരുതി അപ്പു ദേവുവിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്താ അമ്മേ അത്? മോളെ ഇതുമായി മോള് സിദ്ധുവിൻ്റെ റൂമിലേക്ക്. അമ്മ, അത് എനിക്കറിയാം, മോക്ക് ഇന്ന് ഈ നടന്ന ചടങ്ങുകളോ അല്ല എങ്കിൽ ഇതൊന്നും മോക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. സിദ്ധുവിനെ വരെ മോക്ക് ഉൾക്കൊള്ളാൻ സമയം വേണമെന്നും അമ്മയ്ക്കറിയാം. പക്ഷേ നിൻ്റെ കഴുത്തിൽ താലി കെട്ടി നിൻ്റെ ഭർത്താവാണ്. അവനിൽ ഈ ഭൂമിയിൽ നിന്നേക്കാൾ കൂടുതൽ അവകാശം വേറെ ആർക്കുമില്ല. അതുകൊണ്ട് ഈ നിമിഷം മുതൽ അവൻ്റെ ഭാര്യയായി തന്നെ നീ അവൻ്റെ റൂമിൽ അവനോടൊപ്പം തന്നെ സുഖത്തിലും ദുഃഖത്തിലും നീ വേണം. അവൻ്റെ താങ്ങും തണലുമായി നിനക്കവനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സമയത്ത് ഉൾക്കൊണ്ടാൽ മതി. ഒരിക്കലും നിന്നെ ഫോഴ്സ് ചെയ്ത് അവൻ്റെ ജീവിതത്തിലേക്ക് അവൻ കരുതില്ല. എന്നിട്ടും മോൾക്ക് അവൻ്റെ ജീവിതത്തിൽ അവനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എങ്കിൽ മോൾക്ക് തീരുമാനിക്കാം ഇനി എന്തെന്ന്. അത്രയും പറഞ്ഞുകൊണ്ട് ദേവു തൻ്റെ കയ്യിലിരുന്ന പാൽ അവൾക്ക് നേരെ നീട്ടി അവളുടെ നെറുകയിലൊന്ന് തലോടി ദേവു തൻ്റെ റൂമിലേക്ക് തന്നെ പോയി. കുറച്ചു നേരം അവിടെ നിന്ന് എന്തൊക്കെ ചിന്തിച്ചു കൂട്ടിയതിന് ശേഷം പാൽ ഗ്ലാസുമായി സിദ്ധുവിൻ്റെ റൂമിലേക്ക് പോയി. സിദ്ധുവിൻ്റെ റൂമിൻ്റെ മുന്നിലെത്തി അകത്തേക്ക് കയറണോ വേണ്ടായോ എന്ന രീതിയിൽ അവൾ അവിടെ നിന്നു. എന്തും വരട്ടെ എന്ന രീതിയിൽ സിദ്ധുവിൻ്റെ ഡോറിൻ്റെ ലോക്ക് പിടിച്ച് തിരിച്ചതും അത് തുറന്നു വന്നു. ലോക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവൾ അകത്തേക്ക് കയറി. സിദ്ധു അപ്പോൾ ബെഡിൽ ലാപ്ടോപ്പും മടിയിൽ വെച്ച് എന്തൊക്കെയോ തിരക്കിട്ട ജോലിയിലാണ്. അത് കണ്ടതും അവൾ ഒന്ന് സിദ്ധുവിനെ നോക്കി ഡോർ ലോക്ക് ചെയ്തു. ഡോർ ലോക്ക് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് സിദ്ധു ലാപ്ടോപ്പിൽ നിന്ന് തല ഉയർത്തി നോക്കിയപ്പോൾ അപ്പു തൻ്റെ മുന്നിൽ നിൽക്കുന്നു, കയ്യിലൊരു ഗ്ലാസുമായി. അവൻ അപ്പുവിന് നേരെ തിരിഞ്ഞു, താൻ വന്നോ? എനിക്കറിയാം തൻ്റെ മനസ്സിൽ എന്നോട് ഒരുപാട് ചോദിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ തനിക്ക് അറിയാനുമുണ്ടെന്ന്. അതൊക്കെ നമുക്ക് നാളെ സംസാരിക്കും. ഇപ്പോൾ കയ്യിലിരിക്കുന്ന പാലിഞ്ഞതാ.
അത്രയും പറഞ്ഞ് പാൽ ഗ്ലാസ്സിന് നേരെ കൈ നീട്ടിയതും അപ്പു ഒരു മടിയോടെ തന്നെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് പാൽ ഗ്ലാസ് അവന് നേരെ നീട്ടി. അവൻ അത് വാങ്ങി കുറച്ച് കുടിച്ച് ബാക്കി അപ്പുവിന് നേരെ നീട്ടിയതും എനിക്ക് വേണ്ട എന്നർത്ഥത്തിൽ അവൾ തലയാട്ടി. എങ്കിൽ വാഷ് ബേസിനിലേക്ക് ഒഴിച്ചേക്കൂ. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തിരിച്ച് വീണ്ടും ലാപ്പിലേക്ക് നോക്കാൻ തുടങ്ങി. ലാപ്പിൽ നോക്കിയിട്ടും അപ്പോഴും അതേ രീതിയിൽ തന്നെ അവിടെ നിൽക്കുന്നത് കണ്ട് സിദ്ധു, താൻ ഈ ബെഡിൽ അപ്പുറത്തെ സൈഡിലോട്ട് ചേർന്ന് കിടന്നോളൂ, താൻ എൻ്റെ കൂടെ ഈ ബെഡിൽ കിടന്നെന്നും പറഞ്ഞ് തന്നെ ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് തന്നോട് കുറിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാൻ പറയുന്നതെല്ലാം കേട്ട് തനിക്ക് അതെല്ലാം കേട്ടതിന് ശേഷം എന്നെ ഉൾക്കൊള്ളാൻ പറ്റും. എൻ്റെ ഭാര്യയായി എന്നോടൊപ്പം ജീവിക്കാൻ താൻ സമ്മതം അറിയിച്ചാൽ മാത്രം താൻ എല്ലാ അർത്ഥത്തിലും എൻ്റേതായി തീരും. ആ ഒരു ഉറപ്പ് തനിക്ക് തന്നാൽ പോരെ. അല്ലാതെ ഒരു വിരൽത്തുമ്പ് കൊണ്ടുപോലും ഞാൻ തന്നെ കളങ്കപ്പെടുത്തത്തില്ല. ആ ഒരു ഉറപ്പ് ഈ സിദ്ധു തനിക്ക് തരാം. അത്രയും പറഞ്ഞ് അവൻ ലാപ്ടോപ്പും എടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് പോയി. സിദ്ധുവിൻ്റെ വാക്കുകൾ കേട്ടതും അവൾക്ക് ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. കാരണം തൻ്റെ മനസ്സിൽ ഇത്രയും നേരം അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം, തൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഈ ഒരു രാത്രി കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. അവൾക്ക് വല്ലാതെ ഒരു സന്തോഷം തോന്നി. തന്നെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ ഉണ്ട്, അതെല്ലാം താൻ നാളത്തോടുകൂടി അറിയുന്നു. അതിനോടൊപ്പം തന്നെ തൻ്റെ ജീവിതത്തിൽ സിദ്ധു വേണോ വേണ്ടായോ എന്നുള്ള തീരുമാനം കൂടി തനിക്ക് നാളെ എടുക്കാം. അതെല്ലാം ആലോചിച്ചുകൊണ്ട് തന്നെ അവൾ ബെഡിൻ്റെ ഒരോരം ചേർന്ന് കയറിക്കിടന്നു. വളരെ ടയേർഡായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവൾ ഉറങ്ങി. കുറേ സമയത്തിന് ശേഷം ബാൽക്കണിയിൽ നിന്നും വന്ന സിദ്ധു കാണുന്നത് ബെഡിൻ്റെ ഒരോരം ചേർന്ന് ചരിഞ്ഞു കിടക്കുന്ന അപ്പുവിനെയാണ്. അവളെ കണ്ടതും അവന് അവളെ വാരിയെടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്ത് മുഖമാകെ മുത്തം വെച്ച്, തൻ്റേതാണ് ഈ പെണ്ണ്, തൻ്റേത് മാത്രം, ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന രീതിയിൽ അവളെ തൻ്റെ ഇടനെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ അവൻ്റെ ഉള്ളം വല്ലാതെ കൊതിച്ചിരുന്നു. എങ്കിലും ഇന്നൊരു രാത്രി കൂടി കഴിഞ്ഞോട്ടെ, പിന്നീട് ഇനിയുള്ള രാത്രികളെല്ലാം തൻ്റെ ഇടനെഞ്ചിലാണ് അവൾക്ക് സ്ഥാനം എന്നവൻ ഉറപ്പിച്ചിരുന്നു. തന്നിൽ നിന്നും അറിയേണ്ടതെല്ലാം അവൾ അറിഞ്ഞതിന് ശേഷം തന്നെ ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിയും എന്നൊരു ഉറച്ച വിശ്വാസം സിദ്ധുവിനുണ്ടായിരുന്നു. തൻ്റെ മനസ്സിൽ എന്തൊക്കെ കണക്കൂട്ടലോടുകൂടി തന്നെ ബെഡിൻ്റെ മറുഭാഗം ചേർന്ന് സിദ്ധുവും കയറിക്കിടന്ന പാടെ തന്നെ പെട്ടെന്ന് തന്നെ അവൻ നിദ്രയെ പുൽകി. രാത്രിയുടെ ഏതോ യാമങ്ങളിൽ അവൻ തൻ്റെ കൈകൾക്കുള്ളിലേക്ക് അപ്പുവിനെ ചേർത്ത് ആർക്കും വിട്ടുകൊടുക്കില്ല എന്നർത്ഥത്തിൽ തൻ്റെ ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ച് തന്നെ അവർ രണ്ടുപേരും പുതിയ ഒരു പുലരിയെ വരവേറ്റു. പുലർച്ചെ തന്നെ എഴുന്നേൽക്കുന്ന ശീലം ഇടയ്ക്കൊക്കെ നമ്മുടെ അപ്പുവിനുണ്ട്. അതുപോലെ തന്നെ ഇന്നും അവൾ അതിരാവിലെ തന്നെ കണ്ണു തുറന്നു. കുറേ നാളുകൾക്ക് ശേഷം സമാധാനത്തോടെ അവൾ കിടന്നു ഉറങ്ങിയതായി അവൾക്ക് തോന്നി. തനിക്കിന്ന് അല്പം പോലും ഒരു ക്ഷീണം ഉണ്ടായിട്ടില്ല, ക്ഷീണം തോന്നുന്നതുമില്ല. അവൾ മെല്ലെ കണ്ണു തുറന്ന് അവിടെ നിന്നും എഴുന്നേക്കാൻ നോക്കിയപ്പോഴാണ് തന്നെ ആരോ ചുറ്റിപ്പിടിച്ചേക്കുന്നത്, താൻ ആരുടെയോ നെഞ്ചത്താണ് കിടക്കുന്നത് എന്നും തോന്നിയത്. അവൾ തല ഉയർത്തി ഒന്ന് നോക്കിയപ്പോൾ സിദ്ധുവിൻ്റെ മാറോട് ചേർന്ന് താൻ കിടക്കുന്നു. സിദ്ധുവിൻ്റെ കൈകൾ തന്നെ പൊതിഞ്ഞു പിടിച്ചിട്ടുമുണ്ട്. അതുകൂടി കണ്ടപ്പോൾ അവൾക്കൊരു സന്തോഷം തോന്നി. എങ്കിലും പെട്ടെന്ന് തന്നെ അത് മാറി. അവൾ അവൻ്റെ കൈക്കുള്ളിൽ നിന്നും പിടഞ്ഞു മാറി. അപ്പോൾ തന്നെ തൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടതുപോലെ സിദ്ധു കണ്ണു തുറന്ന് അവളെ ഒന്ന് നോക്കി. എന്താ അപ്പു രാവിലെ തന്നെ? അവൻ അല്പം അരിശത്തോടെ തന്നെ ചോദിച്ചു. താൻ ഇന്നലെ രാത്രി കുറേ ഡയലോഗ് അടിച്ചല്ലോ, എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ശരീരത്തിൽ തൊടുക പോലുമില്ലെന്ന്. അതിന് ഞാൻ നിൻ്റെ ശരീരത്തിൽ തൊടാനോ പിടിക്കാനോ ഒന്നും വന്നില്ലല്ലോ, പിന്നെ എന്തിനാ നീ ഈ ബഹളം ഉണ്ടാക്കുന്നേ? സിദ്ധു ഉറക്കം നഷ്ടപ്പെട്ട ഈർഷ്യയോടെ തന്നെ അവളോട് ചോദിച്ചു. താനൊന്നും ചെയ്തില്ലേ, പിന്നെ ഇത്രയും നേരം എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നാൽ പിന്നെ വേറെ ആരാണ്ടാണോ? എൻ്റെ പൊന്നപ്പൂ, നീ ഇന്നലെ രാത്രിയിൽ എപ്പോഴോ വന്ന് എൻ്റെ കൈക്കുള്ളിലേക്ക് വന്നതാ. കിടന്ന് എന്തൊക്കെയോ പറയുന്നത് കേട്ടോണ്ടാണ് ഞാൻ നിന്നെ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കിടത്തി. കുറേ സമയം കഴിഞ്ഞപ്പോൾ നീ ആ പിച്ചിമ്പയും പറച്ചിലൊക്കെ അങ്ങ് മാറി സുഖമായി എൻ്റെ നെഞ്ചോട് തന്നെ നീ തന്നെ വന്ന് കെട്ടിപ്പിടിച്ച് കിടന്ന്. അല്ല, ഞാൻ നിന്നെ പിടിച്ച് കിടത്തിയതൊന്നുമല്ല. പിന്നെ നീ നന്നായി ഉറങ്ങുന്നത് കൊണ്ട് പിടിച്ച് മാറ്റാനും എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് നിന്നെയും ചേർത്ത് പിടിച്ച് അതേ രീതിയിൽ തന്നെ കിടന്നുറങ്ങിയത്. ആണ് എൻ്റെ കൈക്കൊക്കെ എന്തൊരു വേദനയെന്നറിയോ? നീ എൻ്റെ കൈക്കുള്ളിൽ വന്ന് നിൻ്റെ തലയും വെച്ച് കിടന്ന് ഈ കൈയൊന്ന് പൊക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അത്ര മൂടിഞ്ഞ വെയിറ്റാണ് നിൻ്റെ തലയ്ക്ക്. അവൻ പറയുന്നതെല്ലാം കേട്ട് ഒരു ജാള്യതയോട് അവൾ തലയും കുനിച്ച് നിന്നു. അവിടെ നിന്ന് തത്തി കളിക്കുന്നത് കണ്ട് സിദ്ധു എന്തെന്നർത്ഥത്തിൽ അവളോട് ചോദിച്ചതും
എനിക്കൊന്ന് ഫ്രഷ് ആകണം. അതിന് എൻ്റെ റൂമിലേക്ക് പൊക്കോട്ടെ. അതിനെന്തിനാ നീ നിൻ്റെ റൂമിൽ പോകുന്നത്? ഇതോ ഇല്ല ഷെൽഫിനകത്ത് നിനക്ക് വേണ്ടുന്നതെല്ലാം അതിൽ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഏതെങ്കിലും എടുത്തുകൊണ്ട് ഫ്രഷ് ആകാൻ പോയിക്കോ. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഇന്നലെ ഒരുപാട് ടയേർഡായിരുന്നു. പിന്നെ ഓവർ വർക്കും ചെയ്ത് ഒരുപാട് ഇരുട്ടിയതിന് ശേഷം വന്ന് കിടന്നത്. ദയവ് ചെയ്ത് എന്നെ ഇനി പെട്ടെന്നൊന്നും വന്ന് വിളിച്ചുണർത്തല്ലേ. ഇന്ന് ഞാൻ എങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട്. 10 മണി കഴിയാതെ എന്നെ വിളിക്കല്ലേ പ്ലീസ്. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും ബെഡിലേക്ക് വീണു. ബെഡിലേക്ക് വീണ സിദ്ധുവിനെ കണ്ട് അവൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കബോർഡിൽ നിന്നും തനിക്ക് മാറാനുള്ള ഡ്രസ്സുകളെല്ലാം എടുത്ത് വാഷ്റൂമിലേക്ക് കയറി പെട്ടെന്ന് തന്നെ കുളിച്ച് ഫ്രഷായി താഴേക്ക് പോയി. താഴെ ചെന്നപ്പോൾ ദേവു കിച്ചണിലുണ്ടായിരുന്നു. ആഹാ, മോൾ ഇത്ര രാവിലെ എഴുന്നേക്കുമോ? ചിലപ്പോഴൊക്കെ നല്ല സുഖമായി കിടന്നുറങ്ങുന്ന ദിവസങ്ങളിൽ അതിരാവിലെ എണീക്കും. എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് വളരെ വൈകി കിടന്നുറങ്ങുന്ന ദിവസങ്ങളിലാണ് ഞാൻ ഒരുപാട് ലേറ്റായി എഴുന്നേൽക്കുന്നത്. ഇന്നലെ ഒരുപാട് ടയേർഡായതുകൊണ്ട് തന്നെ ചെന്ന് കിടന്ന പാടെ തന്നെ ഞാൻ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് നല്ല ഉന്മേഷത്തോടെ തന്നെ ഇന്ന് രാവിലെ തന്നെ എഴുന്നേൽക്കാനും പറ്റി. അതാ ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. അവൾ പറയുന്ന ഓരോ വാക്കുകളും ഒരു ചെറു ചിരിയാലെ കേട്ട് അവളെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു ദേവു. അവളുടെ നോട്ടം കണ്ടതും അപ്പു ദേവുവിനോട്, എന്താ അമ്മ ഇങ്ങനെ എന്നെ നോക്കി നിൽക്കുന്നത്? ഒരുപാട് നാളത്തെ ആഗ്രഹം മോളെ എനിക്കിന്ന് സാധിച്ചത്. എന്തെന്നർത്ഥത്തിൽ അവൾ വീണ്ടും ദേവുവിൻ്റെ വാക്കുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സിദ്ധുവിൻ്റെ ഭാര്യയായി മോള്, സിദ്ധു കെട്ടിയ താലിയും അവന് വേണ്ടി ചോപ്പിച്ച നിൻ്റെ സീമന്തരേഖയും എല്ലാം കാണും വല്ലാത്ത സന്തോഷം തോന്നി. ഇനി ഈ അമ്മയ്ക്ക് ഒരാഗ്രഹം കൂടിയുണ്ട്. എൻ്റെ മോളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിനെല്ലാം ഉത്തരം കിട്ടി എൻ്റെ സിദ്ധുവിൻ്റെ ഭാര്യയായി, ഞങ്ങളുടെ മരുമകളായി, അല്ല ഞങ്ങളുടെ മകളായി, ഞങ്ങളോടൊപ്പം ഈ വീട്ടിൽ. നിൻ്റെ അച്ഛനും അമ്മയും ആഗ്രഹിച്ചതും അതുതന്നെയാണ്. സിദ്ധുവിനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കുക. അതെന്തായാലും ഞങ്ങൾ സാധിച്ചു. ഇനി എല്ലാ അർത്ഥത്തിലും ഞങ്ങളുടെ മരുമകളായി, ഞങ്ങളുടെ വീടിൻ്റെ വിളക്കായി നീ ഞങ്ങളോടൊപ്പം. ഞങ്ങളുടെ കാലശേഷം അവൻ്റെ ഭാര്യയെ അവന് താങ്ങും തണലുമായി, അവനോടൊപ്പം തന്നെ ഏത് പ്രതിസന്ധിയിലും അവൻ തളരാതെ അവന് താങ്ങായി നീ അവനോടൊപ്പം ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് കൂടി എനിക്ക് കിട്ടിയാൽ ഞാൻ വളരെ സന്തോഷത്തിലായിരിക്കും മോളെ. അത്രയും പറഞ്ഞ് അവൾ തിരിഞ്ഞ് കിച്ചൺ സ്ലാബിലിരുന്ന ഒരു ഗ്ലാസ് ചായ എടുത്ത് അവൾക്ക് നേരെ നീട്ടി. ആ ചായ വാങ്ങി ആ അമ്മയുടെ കവിളിൽ ഒരു ചുംബനം കൂടി നൽകിയിട്ട് അമ്മയുടെ മോനോടൊപ്പം ഈ ആയുഷ്കാലം ഞാനുണ്ടാകും. ആ ഒരു ഉറപ്പ് അമ്മയ്ക്ക് തന്നാൽ പോരെ? അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ ഞാനുണ്ടാകും സിദ്ധുവിൻ്റെ താങ്ങും തണലുമായി, ഏത് പ്രതിസന്ധിയിലും തളരാതെ സിദ്ധുവിന് കൂട്ടായി, അവൾ പറഞ്ഞുകൊണ്ട് ചായ ഊതി കുടിക്കാൻ തുടങ്ങി.